ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി വാരാചരണത്തിന് കുഴിത്തുള്ളൂർ ദീപ ഹൈസ്കൂളിൽ തുടക്കമായി. അടുത്ത ഒരാഴ്ചക്കാലം വിവിധങ്ങളായ പരിപാടികളാണ് വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞയും പരിസ്ഥിതി വാരാചരണത്തിന്റെ ഉദ്ഘാടനവും ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് സ്കൂളിൽ നടന്നു. ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഈ സന്ദേശമാണ് ഓരോ പരിസ്ഥിതി ദിനത്തിലും ആ അധ്യയന വർഷം മുഴുവൻ കുട്ടികൾക്കായി ദീപ ഹൈസ്കൂൾ പകർന്നു നൽകുന്നത്. ഒരു ദിവസം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ദീപ ഹൈസ്കൂളിലെ പരിസ്ഥിതി സംരക്ഷണം. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുട്ടികളെ അതിൽ പങ്കാളികളാക്കിക്കൊണ്ടുമാണ് ഓരോ വർഷവും ഇവിടെ കടന്നു പോകുന്നത്. പരിസ്ഥിതി വാരാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രധാന അധ്യാപിക റാണി ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ സോളി എബ്രഹാം പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും പടുത്തുയർത്തുന്നതിനും ഭൂമിയെ മനോഹരമായി സൂക്ഷിക്കുന്നതിനും ദൈവം ഏൽപ്പിച്ച മനുഷ്യൻ തന്നെയാണ് ഈ ഭൂമിയെ ഈ ഒരു ദുരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് കപ്യാങ്കൽ, പ്രഥമ അധ്യാപിക റാണി ജോർജ് എന്നിവർ ചേർന്ന് ഫലവൃക്ഷ തൈകൾ നട്ടു. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരങ്ങൾ, സെമിനാറുകൾ, എന്റെ മരം സെൽഫി മത്സരം, ഹരിത ക്യാമ്പസ് പ്രഖ്യാപനം തുടങ്ങിയവയും നടക്കും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.